കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓരോ മതത്തിലും അവരുടേതായ രീതിയിലുള്ള കോൺസെപ്റ്റുകളുണ്ട്. നമ്മൾ ജാതകം നോക്കിയാണെങ്കിലും തറവാട് നോക്കിയാണെങ്കിലും ഈ ഒരു കുട്ടിക്ക് അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ട് അറേഞ്ച് മാരേജ് ഉണ്ട്, പരസ്പരം പലയിടത്തും പരിചയപ്പെട്ട് ലവ് അഫെയറിൽ ചെയ്യുന്ന വിവാഹക്കാരൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഏതോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സാഹചര്യം, ഒരു ഫാമിലി ഒരു കല്യാണം ഒരുക്കുന്നു. ഈ കല്യാണത്തിൻ്റെ മുന്നേ പെൺവീട്ടുകാർ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതുവരെ ആ കുട്ടി ചെയ്ത ഒരു സ്റ്റൈലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മറ്റുള്ളൊരു കുടുംബം, രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുക, രണ്ട് വ്യത്യസ്തമായ ചിന്താധാരകളെ യോജിപ്പിക്കുക എന്നാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം വ്യത്യസ്തരായ ആളുകളാണ് യോജിച്ചു വരുന്നത്. അപ്പം അതിൽ വളരെ കല്യാണത്തിൻ്റെ മുന്നേ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയ ഫാമിലി, പെൺവീട്ടുകാർ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആൺവീട്ടുകാർ അല്ലെങ്കിൽ വരൻ ചെക്കൻ അവരോട് പറയണം ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടണം, അതിട്ടാൽ മതി എന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി പറയുന്നു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് ഇത് ഇത്രയും കാലാക്കിയത്, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഡ്രസ്സിനോട് എനിക്ക് യോജിപ്പില്ല, എനിക്കത് ഇടുന്നതിൽ ഇഷ്ടമേ അല്ല. പക്ഷേ ആ ഇഷ്ടത്തിനെ വകവെക്കാതെ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ നീ ഇടണം എന്ന് പറയുന്ന ഒരു കമ്പൽഷനിലോട്ട് വരുമ്പോൾ ഈ കുട്ടിക്ക് ചോയ്സ് ഉണ്ട്. ഒരൊറ്റ കാരണം കൊണ്ട് ആ ഒരു വിവാഹം നടക്കാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതൊന്നും പഠനകാലത്ത് സ്കൂളിലാണെങ്കിലും കോളേജ് തലങ്ങളിലാണെങ്കിലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ചോയ്സുകളുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് ഒരു സൈഡിൽ ഉണ്ടായിരിക്കെ പല ആളുകൾക്കും അനിഷ്ടമാകുന്ന, പല മൂല്യങ്ങൾക്കും വിഘാതമാകുന്ന പല കോൺസെപ്റ്റുകളെയും പൊളിച്ചെടുക്കുന്ന രീതിയിലോട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലാഞ്ചന നമ്മൾ ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു തലത്തോട്ട് അതിനെ എത്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ അധികാരികൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടല്ല, ഒരുപക്ഷെ അത് നിർബന്ധപൂർവമോ അതല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള എന്തോ ആവട്ടെ, എന്തായിരുന്നാലും നമ്മളൊരു പൊതുവിദ്യാലയത്തിൽ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഓഡിയൻസാണ്. ആ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഓഡിയൻസ് ആകുന്ന സമയത്ത് ഒരു കമ്പൽഷൻ, അത് ഒരുപക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുകയും എന്താണോ ഒരു സ്കൂളിൽ ഉണ്ടാകുന്നത് അവിടുത്തെ മാനേജ്മെന്റ്, അവിടുത്തെ സ്കൂള്, പാരൻസ്, PTA, കുട്ടികൾ എല്ലാവർക്കും അനുഗുണമാകുന്ന രീതിയിൽ ഒരു ഏകീകരണ സ്വഭാവത്തോടെ ആകുമ്പോൾ അതിനൊരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഒരാളെയും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്ന, ഒരു സമൂഹത്തെ വേദനിപ്പിക്കുന്ന, ഇത് മാനസികപരമായി എനിക്ക് അതിൽ ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും പഠന സമയം മാറ്റിവെച്ച് ചില ആളുകൾ അത് ആടുന്നു, കുറച്ചു പേരത് അനുഗമിക്കുന്നു, കുറച്ചാളുകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾക്കതിൽ പല വിലക്കുകളും അല്ലെങ്കിൽ പല പ്രോബ്ലംസുകളും മാനസികപരമായി ഞങ്ങൾ ഏറ്റുപോകുന്ന പല കാര്യങ്ങൾക്കും അത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കി കുട്ടികൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അസ്വസ്ഥതകൾ വരും. അങ്ങനെ അസ്വസ്ഥതകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാവേണ്ടത്. എല്ലാ വിദ്യാലയങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടത്, പ്രത്യേകിച്ച് ഇവിടെ. കാരണം ഇവിടെ കുട്ടികൾ വളരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിലാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ചില ലിമിറ്റേഷൻസുകളുണ്ട്, ചില പരിമിതികളുണ്ട്. ആ പരിധികൾ മറികടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോകുന്ന ആളുകൾക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന്, ഒരു വാശിയിൽ നിന്ന് അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു നല്ല നാളെയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. എല്ലാ സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. സന്തോഷം. താങ്ക് യു.